മലയാളം ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ ബിന്നിയും റെന ഫാത്തിമയൊക്കെ കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട് ഇപ്പോൾ. കാരണം ഇന്നലെ ബിഗ് ബോസ് എല്ലാവർക്കും ഓണസദ്യയൊക്കെ കൊടുത്തിരുന്നു. എല്ലാവരും വയറ് നിറച്ച ഓണസദ്യയൊക്കെ കഴിച്ചിട്ട് ഉറക്കം വരുന്നൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ പകൽ കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ, പട്ടി കുരയ്ക്കും. ആ സമയത്ത് നമ്മുടെ ബിന്നിയും റെനയും കൂടി പൗഡർ റൂമിൽ പോയി കിടക്കുന്നുണ്ട്. പക്ഷെ ഉറങ്ങാൻ വേണ്ടിയല്ല, ചുമ്മാ ഓരോന്ന് സംസാരിച്ച് അപ്പോൾ അവരുടെ സംസാരം കേൾക്കുമ്പോൾ അവർ കളം മാറ്റി ചവിട്ടിയോ എന്നൊരു സംശയം ഇപ്പോൾ ഉണ്ട്. കാരണം റെനയും ബിന്നിയൊക്കെ നമ്മുടെ ബോംബെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അതായത് നമ്മുടെ ജിസേൽ, അക്ബർ, ആ ഒരു ഗ്യാങ്ങിലുള്ളവരാണ്. ആദ്യം തൊട്ടേ അവർ ആ ഗ്യാങ്ങിലായിരുന്നു. ബിന്നി ഇടയ്ക്ക് വന്ന് ചേർന്നാണെങ്കിലും ഇപ്പോൾ എന്തിനും ഏതിനും ആ ഒരു ഗ്യാങ്ങിലുള്ള വ്യക്തിയാണ്. എന്നാൽ വൈൽഡ് കാർഡുകൾ വന്നതിൽ പിന്നെ പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് ചെറിയ രീതിക്ക് ഹിൻഡ് കിട്ടിയപ്പോൾ എല്ലാവരും മാറി ചിന്തിച്ചു തുടങ്ങി. ഇപ്പോൾ റെന പറയുന്നത് ആര്യനെ എനിക്ക് ഇഷ്ടമേ അല്ല, ആര്യൻ്റെ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല എന്നാണ്. എന്നാൽ റെന എന്തിനും ഏതിനും ജിസേലിനെയും ആര്യനെയും പൊക്കി പിടിച്ചുകൊണ്ട് നടന്നൊരു വ്യക്തിയാണ്. ആ റെനയാണ് ഇപ്പോൾ പറയുന്നത് എനിക്ക് ആര്യനെ ഇഷ്ടമേ അല്ലെന്ന്. മസ്താനിയിൽ നിന്നും പ്രവീണിൽ നിന്നുമൊക്കെ ആര്യന് പുറത്ത് നല്ല നെഗറ്റീവാണെന്ന് റെനയ്ക്ക് മനസ്സിലായി തുടങ്ങി. റെനയ്ക്കെന്നല്ല, ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റെന നമ്മുടെ ആര്യനെതിരെയാണ് സംസാരിക്കുന്നത്. ബിന്നിയും അതുപോലെ തന്നെ നമ്മുടെ ആര്യൻ്റെ സ്വഭാവം നല്ലതല്ല, അവൻ പറയുന്നത് ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെ എന്തായാലും ആര്യനെ ഇവർ തള്ളിപ്പറഞ്ഞു തുടങ്ങിയെന്ന് തന്നെ പറയാം. അതുപോലെ ചെറിയ രീതിക്കൊക്കെ നമ്മുടെ അനുമോളെ സപ്പോർട്ട് ചെയ്തും തുടങ്ങി. അതും വൈൽഡ് കാർഡുകളിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലായി അനുമോൾക്ക് പുറത്ത് അത്യാവശ്യം സപ്പോർട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ സപ്പോർട്ടുള്ളൊരു വ്യക്തിനെ വേണമല്ലോ ഇവിടെയും സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ. അതാണല്ലോ ഗെയിം. ആ ഒരു ഗെയിമാണ് നമ്മുടെ റെനയും ബിന്നിയും ഇപ്പോൾ കളിക്കുന്നത്. ഇവർ മാത്രമല്ല കേട്ടോ, പലരും ഇപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഓൾറെഡി കുറച്ചൊക്കെ ആയിട്ട് ഹിൻഡ്, പുറത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഹിൻഡ് കിട്ടി തുടങ്ങി. അതിൽ അനുമോൾക്കും അനീഷിനും നല്ല രീതിക്കുള്ള സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അനുമോൾക്ക് നല്ല സപ്പോർട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രവീൺ, അതുപോലെ തന്നെ നമ്മുടെ നെവീനൊക്കെ ഇപ്പോൾ കട്ടയ്ക്കാണ് അനുമോളുടെ കൂടെ നിൽക്കുന്നത്. പക്ഷേ പുറത്തു നിന്നും സപ്പോർട്ടായി വന്ന മസ്താനി, അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന മസ്താനി പക്ഷെ അനുമോൾക്കെതിരെയും തിരിഞ്ഞിട്ടുണ്ട്. കാരണം മസ്താനി ഇപ്പോൾ പറയുന്നത് ഇവള് ഫേക്കാണ്, ഇവള് പുറത്തേക്ക് വിക്ടിം കാർഡ് കൊടുക്കുകയാണ്, അതായത് കണ്ടന്റ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതെനിക്കിവിടെ അകത്ത് വന്നപ്പോഴാണ് മനസ്സിലായത്. ഇനി ഞാനായിട്ട് അവൾക്കൊരു സ്ക്രീൻ സ്പേസ് കൊടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് മസ്താനി എന്തായാലും അനുമോൾക്കെതിരെയാണ്. പക്ഷേ വോട്ടിന് വേണ്ടി കുറച്ച് പേരൊക്കെ നമ്മുടെ അനുമോളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്തെ കാര്യങ്ങളും സപ്പോർട്ടും ഒന്നും നോക്കാതെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ആദില, നൂറയൊക്കെ അതിൽപ്പെട്ടവരാണ്. കാരണം അനുമോൾക്ക് പുറത്ത് സപ്പോർട്ടുണ്ട് എന്നറിഞ്ഞിട്ടും അനുമോള് ഫേക്കാണ്, ഫ്രണ്ട്ഷിപ്പ് യൂസ് ചെയ്തു എന്ന് ആദിലയ്ക്കും നൂറയ്ക്കും മനസ്സിലായതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ തന്നെ അനുമോളെ എതിർത്ത് തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗവും അനുമോളെ സപ്പോർട്ട് ചെയ്യാത്ത മറ്റൊരു ഭാഗവുമായിട്ട് ബിഗ് ബോസ് ഹൗസ് പിരിഞ്ഞിരിക്കുകയാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ നമ്മുടെ ജിസേലിന് കുറച്ച് പരിഗണനയും അനുമോൾക്ക് നല്ല വഴക്കും കിട്ടിയ സമയത്ത് എല്ലാവരും കരുതിയിരുന്നത് അനുമോൾക്ക് പുറത്ത് നല്ല നെഗറ്റിവിറ്റി ആണെന്നാണ്. അതുകൊണ്ട് തന്നെ കട്ടയ്ക്ക് എല്ലാവരും അനുമോൾക്ക് ഓപ്പോസിറ്റായി നിൽക്കുകയും ചെയ്തു. അനുമോളെ പല കാര്യങ്ങളിലും കോർണർ ചെയ്യുകയും ചെയ്തു. എന്നാൽ അനുമോള് അതും ഒരു കണ്ടന്റ് ആക്കി ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയൊക്കെ എടുത്ത് അത്യാവശ്യം കണ്ടന്റൊക്കെ പുറത്തേക്ക് കൊടുക്കാനും തുടങ്ങി. എന്തായാലും ഇപ്പോൾ വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ എല്ലാം മാറി മറിഞ്ഞു. വീക്കെൻഡ് എപ്പിസോഡിൽ നിന്നും മനസ്സിലാക്കിയതല്ല പുറത്തെ കാര്യങ്ങൾ. അനുമോൾക്കും അനീഷിനുമൊക്കെ അത്യാവശ്യം സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ കൂടെ നിന്നാലേ കാര്യമുള്ളെന്ന് കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി. അതുകൊണ്ട് ഇപ്പോഴുള്ള പല ഗ്രൂപ്പുകളും ചേരിതിരിഞ്ഞ് വേറെ ഗ്രൂപ്പുകളായിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.